പ്രത്യേകം കറിയൊന്നും ഉണ്ടാക്കാൻ മൂടില്ലെങ്കിൽ നമുക്കൊന്നൊരു സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഗോതമ്പ് പൊടി, ഉപ്പും ആവശ്യത്തിന് മാത്രം വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ചപ്പാത്തിയുടെ ബാറ്റർ തയ്യാറാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. ഇടയ്ക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം അത് നമ്മൾ അടച്ച് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് നേരത്തെ വേവിച്ചെടുത്ത് വയ്ക്കുക. ഒരു കട്ടിയുള്ള പാനിൽ പെരിഞ്ചീരകവും ഓയിലും കടുകും പൊട്ടിച്ച് അതിനകത്തേക്ക് സവാള ആഡ് ചെയ്യുക. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. പൊട്ടറ്റോ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നത് നന്നായിരിക്കും. അസിഡിക് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മളത് ആഡ് ചെയ്ത് അതും ഒന്ന് നന്നായി വഴന്നു വരുമ്പോൾ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, നമുക്ക് വീട്ടിൽ ഇഷ്ടമുള്ള എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇടാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റാണ് ഇട്ടിരിക്കുന്നത്. സവാളയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നമുക്ക് ഈ പച്ചക്കറികൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനും എല്ലാത്തിനും ഉപകാരപ്പെടും. അതിനകത്തേക്ക് വീണ്ടും മസാലകൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗരം മസാലയോ വെജ് മസാലയോ എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് അടി പിടിക്കാതെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുക. ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ മിനിമം ഓയിലിൽ മാത്രം കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിനകത്തേക്ക് ഇപ്പം നമ്മളിട്ട ആ മസാല ആഡ് ചെയ്യുക. നന്നായി കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായി മിക്സായി വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററില്ലേ, ചപ്പാത്തിയുടെ മാവെടുത്ത് അത് നന്നായി ചപ്പാത്തി പരത്തെടുക്കുക. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഷേപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും അത് കഴിക്കാനായിട്ട്. കുട്ടികളെ ഫുഡ് കഴിപ്പിക്കലാണല്ലോ എല്ലാ പാരൻസിൻ്റെയും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനുവേണ്ടി നമ്മൾ ചപ്പാത്തി നന്നായി പരത്തി അതിനകത്തേക്ക് എന്തെങ്കിലും ഷേപ്പ്, ഇപ്പോൾ ഞാനൊരു സർക്കിൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, റെക്റ്റാങ്കിളിൽ എടുക്കാം. കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാൻ പറ്റിയൊരു വഴിയാണ്. അതിനകത്തേക്ക് ചീസ് സ്പ്രെഡ് ആണെങ്കിൽ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് അത് ഇത്തിരി കട്ടിയായിപ്പോയി. അപ്പോൾ ആ ചീസ് ഇടുക. അതിനുശേഷം കുറച്ച് സോസ് ആഡ് ചെയ്യുക. പിന്നെ ഈ ഫില്ലിങ് അതിനകത്തേക്ക് നിറയ്ക്കുക. അതിനുശേഷം നന്നായി മടക്കി ഒട്ടിച്ച് വയ്ക്കുക. കണ്ടില്ലേ, നല്ല എളുപ്പമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും ഇതെന്താണ് ഇതിനകത്തെന്ന് അറിയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്